ഇസ്ലാമിൽ വാസ്തുശാസ്ത്രമുണ്ടോ? പുതിയ വീട് വെക്കാൻ ഭൂമിയുടെ സ്ഥാനം നോക്കേണ്ടതുണ്ടോ എന്നതാണ്. സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരം ലഭിച്ചിട്ടുള്ള ഒന്നാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ശാസ്ത്രമേ അല്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. ശാസ്ത്രീയമായി വളരെ കൃത്യമായി തെളിയിക്കപ്പെട്ട അതല്ല, അങ്ങനെയുള്ളൊരു വിജ്ഞാന ശകലമേ അല്ല വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത്. വീടിൻ്റെ ചുറ്റളവ് അതിത്രയാണെങ്കിൽ അധമമായി തീരും, അതിത്രയാണെങ്കിൽ ഐശ്വര്യമുള്ളതായി തീരും. കന്നിമൂല അത് ഈ ഭാഗത്താണെങ്കിൽ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും, അത് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയാൽ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലുണ്ടാകുന്ന രോഗങ്ങളോ പ്രയാസങ്ങളോ മരണങ്ങളോ സംഭവിക്കുന്നതൊക്കെ വാസ്തുശാസ്ത്ര നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്. അത് പാലിച്ചാൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നാണ്. ഇതാണ് അവരുടെ പ്രചരണം. ഏത് വീട്ടിലും മരിക്കും. വാസ്തുശാസ്ത്രമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരാൾ വീടുണ്ടാക്കിയാൽ ആ വീട്ടിൽ രോഗം വരാറില്ല, ആർക്കും വരാറുണ്ട്. ആ വീട്ടിൽ ആർക്കും മരണം സംഭവിക്കില്ലേ? സംഭവിക്കും. പക്ഷെ അവരുടെ പ്രചരണത്തിൻ്റെ രീതി അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വാസ്തുശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സംഗതിയല്ല. തീർത്തും അതിൻ്റെ അടിത്തറകൾ അന്ധവിശ്വാസങ്ങളാണ്. നക്ഷത്രവുമായി ബന്ധപ്പെടുത്തിയിട്ടും വീടിൻ്റെ ചുറ്റളവുമായി ബന്ധപ്പെടുത്തിയും അതുപോലുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. വാസ്തുശാസ്ത്രം ഒരു കപടശാസ്ത്രം എന്നാണ് തോന്നുന്നുണ്ട്. അതിന് വാസ്തുവിദ്യ ഒരു കപടശാസ്ത്രം. ആ പേരിൽ തന്നെ മലയാളത്തിൽ ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളെപ്പറ്റി ചോദ്യവും വന്നിട്ടുണ്ട്. തെളിയിക്കാൻ കഴിയാത്ത ഒരുപാട് വിഷയങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇസ്ലാമികമായി ഇതിന് അടിസ്ഥാനമൊന്നുമില്ല എന്നർത്ഥം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖൈറും ഷർറും ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ചാണ്. ഇന്ത്യൻ രാജ്യത്തല്ലാതെ ലോകത്ത് എത്രയോ നഗരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യൂറോപ്പിലും അമേരിക്കയിലും വലിയ വലിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് അടിസ്ഥാനത്തിലാണ് അത് ചെയ്യുന്നത്. വാസ്തുശാസ്ത്ര വിദ്യയുമായി ഒരു ബന്ധവുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് മതപരമായി അടിസ്ഥാനമില്ല, ശാസ്ത്രീയമായ അടിസ്ഥാനവുമില്ല. നമ്മൾ ചോദിക്കുന്നവരോട് നിങ്ങൾ പറയുന്നു, ഈ ചുറ്റളവിലാണ് നിങ്ങൾ വീടുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. എഞ്ചിനീയർ നമുക്ക് വരച്ചു തന്ന ചുറ്റളവ് പരിശോധിച്ചിട്ട് ഇത്ര ചുറ്റളവാണുള്ളത്, ഇത്ര കോലളവാണ്, അതുകൊണ്ട് ഇത് അധമമാണ്, ഈ വീട് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൽ എന്നും പ്രശ്നങ്ങളായിരിക്കും എന്നാണ്. എന്താണ് ഇതിൻ്റെ കാരണം? ഇവിടെ നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനവർക്ക് ഉത്തരമില്ല. വെറുതെ കുറെ കണക്കുകൾ പറയുന്നു. ഒരു പറമ്പിനുണ്ട് വാസ്തുശാസ്ത്രം. ആ പറമ്പ്, ആ തോട്ടം ആരുടേതാന്ന് ചോദിക്കും. ഇന്നാളതാണ്. അപ്പോൾ അയാളുടെ പേരിൻ്റെ അക്ഷരം എടുത്തിട്ടാണ് തുടങ്ങുക. അത് ഓഹരി വെച്ച് മക്കൾക്കെടുത്താലോ പേര് മാറി. അപ്പോൾ വേറൊരു കണക്കാ വരിക. പറമ്പ തന്നെ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊരു കണക്ക് കൂട്ടിയിട്ട് സാധാരണക്കാരെ കബളിപ്പിക്കാൻ ചെയ്യുന്ന ഒരു തന്ത്രം മാത്രമാണ്. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിൽ വീട് നിർമ്മിക്കുക. അതാണ് നിർമ്മാണത്തെ ശ്രദ്ധിക്കാനുള്ളത്. അതിനാണ് ഒരു എഞ്ചിനീയറുടെ സഹായം.
കാരണം നമുക്കത് സാധിച്ചു കൊള്ളുന്നില്ല. ആ എഞ്ചിനീയർ നമുക്ക് തന്ന പ്ലാന് ഇവരെ കയ്യിൽ കിട്ടിയാൽ ഒക്കെ മാറ്റും. ഇതൊന്നും ശരിയില്ല, കിഴക്ക് ഭാഗം അങ്ങോട്ടാക്കണം, പടിഞ്ഞാറ് ഭാഗം അങ്ങോട്ടാക്കണം, അടുക്കള ഇങ്ങോട്ട് മാറ്റണം, എല്ലാം അവരെ വക മാറ്റിയിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആളുകൾക്കുള്ള വിശ്വാസം എന്താണ്? ഇതുപോലുള്ള നിയമങ്ങൾ പാലിക്കാത്ത വീടുകളിൽ അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് കഥ പ്രചരിപ്പിക്കാൻ. അത് കേട്ട ആൾക്കാർക്ക് പേടിയാവും ചെയ്യും. അന്ധവിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചും പേടിക്കും. അടുക്കള ഇന്ന ഭാഗത്താകണം എന്നാണ് ഇവർ പറയുക. പഴയ കാലത്ത് തീ കത്തിക്കുമ്പോൾ കാറ്റ് വരുന്നത് കൊണ്ടാണ് അടുക്കള അങ്ങേ ഭാഗത്തേക്കാക്കിയത്, തീ ഇങ്ങോട്ട് പാറാതിരിക്കാൻ. ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കറണ്ടിലാണ് കത്തിക്കണത്. ബെഡ്റൂമിനുള്ളിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നവരപ്പം നമ്മൾ ആരാ കിഴക്കും വടക്കും നോക്കുന്നു? അതിന് വല്ല മാറ്റവും വരുത്തിയാൽ എന്താണ് വരാനിരിക്കുന്നത്? വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളായിരിക്കുന്ന ദുഷ്ടകരമാണ്, നാശമാണ്. അങ്ങനെ ഒരു വീട്ടിൽ ഈ നിയമം തെറ്റിച്ചുകൊണ്ട് അടുക്കള ഉണ്ടാക്കി. നമ്മുടെ നാട്ടിൽ ഈ പുകയില്ലാത്ത അടുപ്പുണ്ടല്ലോ, ആ അടുപ്പ് കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ഇങ്ങനെ അടുക്കള ഉണ്ടാക്കിയത് കൊണ്ട് ഇന്ന കുടുംബത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, അവിടെ ആ അടുക്കള ആ രൂപത്തിലായതുകൊണ്ട് മറ്റൊരു വീട്ടിൽ വീണ് പരിക്കുപറ്റിയിട്ടുണ്ട്, വീട്ടിലെ പെണ്ണുങ്ങൾ വീണിട്ട് പരിക്കുപറ്റി, അടുക്കളയിൽ വീണിട്ട്. ഈ 2-3 കഥകൾ ഇത് അടുക്കള കാണാൻ വരുന്ന കുറേ ആൾക്കാരുണ്ട് ഉണ്ടാക്കുമ്പോൾ. അവരിങ്ങനെ പറഞ്ഞു. വീട്ടിലുള്ള ഉമ്മൂമ്മ ഇത് കേട്ട അന്ന് മുതൽ മനസ്സിൻ്റെ വിഷമത്തിലാണ്. കാരണം എന്തൊക്കെയാണ് ഇനി ഈ വീട്ടിൽ താമസിച്ചാൽ വരാൻ പോണ അപകടം എന്നുള്ള എനിക്ക് പേടിച്ച് നിൽക്കുകയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ പുക വീട്ടിൻ്റെ ഉള്ളിലേക്കായി വരാൻ. പുറത്തേക്ക് പോകണല്ലോ, പുകയില്ലാതെ അടുപ്പല്ലേ. കണ്ടോ, അപകടപ്പം തന്നെ തുടങ്ങി. അപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഈ രൂപത്തിലാക്കണ്ട. ഇപ്പൊ ആക്കിയതിന്റെ ഫലം കണ്ടില്ലേ, പുക ഇങ്ങോട്ട് വന്നു തുടങ്ങിയില്ലേ. ഇനി ഈ വീട്ടിലൂടെയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ ഉമ്മുമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ അടുപ്പ് വെച്ചിരുന്ന ആളുകളുണ്ട്, എന്താ ആലുവ അടുപ്പാന്ന് തോന്നുന്നുണ്ട് എന്നോട് പറഞ്ഞത്. അവരെ വിളിച്ച് അവർ വന്നു നോക്കിയപ്പോൾ ഈ അടുപ്പ് പണിയെടുത്തപ്പോൾ, തേപ്പിന്റെ പണിയെടുത്തപ്പോൾ അറിയാതെ ഈ പുകക്കുഴലിന്റെ ഉൾഭാഗത്തേക്ക് സിമെന്റ് കയറിയിട്ടുണ്ട്. അതിൽ കരി പിടിച്ചതോടുകൂടെ പുറത്തേക്ക് പുക പോകാതെയായി. അവരൊരു 5 മിനിറ്റ് നേരം കമ്പിയെടുത്ത് കുത്തി ആ സിമെന്റ് കളഞ്ഞു, പുക പുറത്ത് പോയി. ഇപ്പം ദുഷ്ടകനം പോയല്ലോ, കമ്പിയോട് കുത്തിയിട്ടാ പോയത്. ഇവിടെ മന്ത്രവാദോ ജപോ ഹോമോ ഒന്നും നടത്തിയില്ല. ഇതാണ് സംഗതികൾ. എന്നിട്ട് നെഗറ്റീവ് എനർജിയാണ്, നാശമാണ്, വീട്ടിന് അപകടമാണ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം ഈ ചെയ്യുന്നത്. ഇന്ന കാരണത്താലാണ് നിങ്ങളിത് സംഭവിക്കുമെന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് അവർക്ക് പറയാൻ സാധ്യമേ അല്ല. നമ്മളെ സംബന്ധിച്ച് നക്ഷത്രഫലത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, അന്ധവിശ്വാസമാണത്. നമുക്ക് ഭാഗ്യവും നിർഭാഗ്യവും തരുന്നത് നക്ഷത്രങ്ങളൊന്നുമല്ല. അത്തരം വിശ്വാസത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി താക്കീത് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. സമൂഹത്തിൽ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വാസ്തുശില്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് മതപരമായി അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അവരെ സമീപിക്കാൻ പോകാൻ പാടില്ല, അവർ പറയുന്ന വിശ്വസിക്കാനും പാടില്ല. ജ്യോത്സ്യന്മാരും വാസ്തുശില്പക്കാരും രണ്ടും ഒന്ന് തന്നെയാണ്. 40 ദിവസത്തെ നമസ്കാരം പോലും സ്വീകരിക്കപ്പെടില്ല ഈ ആളുകൾ പറയുന്ന വിശ്വസിച്ച് നമ്മൾ ചെയ്താൽ. കാരണം അദൃശ്യം അറിയണമല്ലോ. അദൃശ്യജ്ഞാനമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരാണ് ജ്യോത്സ്യന്മാർ. അഭൗതികമായ അറിവുണ്ട് എന്നാണ് അവരുടെ അവകാശവാദം. നമുക്കൊന്നും അറിയാൻ സാധ്യമല്ലാത്ത അഞ്ചാമിന്ദ്രിയമുണ്ട്, അഭൗതിക ജ്ഞാനമുണ്ട്. ആ അഭൗതിക ജ്ഞാനം മുഖേനയാണ് അവർ അറിയുന്നത് എന്നാണ്. ഈ ഭൂമി വീട് വെക്കാൻ പറ്റാത്ത ഭൂമിയാണ്, ഈ വീട്ടിൽ താമസിച്ചാൽ നിങ്ങൾക്ക് നാശമാണ് ഭാവിയിൽ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ പ്രവചിക്കാൻ അദൃശ്യജ്ഞാനമുണ്ട് എന്ന് അവകാശപ്പെടുകയാണ്.
അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതോടുകൂടെ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു, കർമ്മങ്ങൾ നിഷ്ഫലമാകുന്നു, തീർത്തും നമ്മൾ അന്ധവിശ്വാസത്തിലേക്ക് എത്തിപ്പെടുന്നു. അതുകൊണ്ട് ഇസ്ലാമിൽ വാസ്തുശില്പ വിദ്യയല്ല, അത് തീർത്തും അന്ധവിശ്വാസമാണ്. ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെട്ട ഒരു ശാസ്ത്രശാഖയുമല്ല. അത് വിശ്വസിക്കാനും പാടില്ല, അവയെക്കുറിച്ച് അന്വേഷിക്കാനും പാടില്ല. നമ്മൾ നമ്മുടെ സൗകര്യമനുസരിച്ച് ഭവനം നിർമ്മിക്കുക. വീടിന് സൗകര്യപ്പെടുന്ന സ്ഥലമാണോ ആ സൗകര്യമനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുക, വീട് നിർമ്മിക്കുക. ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്.